ആര്യാസ് എന്ന് വെച്ച ആരാണ്, അവരെവിടുന്നാണ് വന്നത്, എങ്ങനെ കള്ളന്മാരായി എന്ന് ചരിത്രം അറിയാതെ സംസാരിക്കാൻ എളുപ്പമാ സാറേ. വാട്ട് നോ സാർ, എന്തറിയുന്ന പറഞ്ഞു കേക്കട്ടെ. ഹവേരിയാക്കൾ ഹാജ്പുത് പടകൾ എന്ന് പറഞ്ഞ് കഴിവുള്ള ഗൊറില്ല പടവീരന്മാരായി നിലനിന്നു. 16-ാം നൂറ്റാണ്ടിൽ ഹാജ്പൂത്തും മുഗൾ സാമ്രാജ്യവും തമ്മിൽ ഒരു വലിയ യുദ്ധം നടന്നു. അതിശക്തരായ പോരാളികളുമായി വന്ന ഹാജ്പുത്ത് മന്നന്റെ അടുത്ത് വളരെ ചെറിയ പടയുമായി വന്ന മുഗൾ ചക്രവർത്തിക്ക് പുതിയ യുദ്ധമുറകളിൽ നിന്നും രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടായിരുന്നു. ഹാജ്പുത്ത് വീരന്മാർക്ക് യുദ്ധത്തിനു മുമ്പ് ബാവലി ദൈവത്തെ തൊഴുതിട്ട് പോയാൽ വിജയവും ഒരിക്കലും മരണമില്ലാന്നൊരു വിശ്വാസവും അവർക്കുണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള പൂജയും നടന്നു. എന്നാൽ യുദ്ധത്തിൽ ഹാജ്പുത്തുകൾ തോറ്റ് ഒരുപാട് വീരന്മാർ കൊല്ലപ്പെട്ടു. ഹാജ്പുത്ത് സാമ്രാജ്യം വേരോടെ പിഴുതെടുത്തു. യുദ്ധം നടക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന പൂജയിൽ ഹവേരി ആൾക്കാർ യുദ്ധദൈവമായ ബാവലിയെ ഗോരക്തത്താൽ കളങ്കമാക്കിയെന്നും അവർ ചെയ്ത പാപം തന്നെയാണ് തോൽവിക്ക് കാരണമായതെന്നും അതുകൊണ്ട് അവരെ നാട്ടിൽ നിന്ന് ഓടിക്കുകയും ചെയ്തു. ഹാജ്പുത്ത് സാമ്രാജ്യം തോറ്റതിനു ശേഷം അതിൽ ഗൊറില്ല പടയാളികളായിരുന്ന ഹവേരികൾക്ക് ജോലി പോവുകയും മുഗൾ പടകൾ കൊല്ലുമെന്നുള്ള ഭയത്തിലും കാടിനുള്ളിൽ ഒളിച്ചിരുന്നും വേട്ടയാടിയും കള്ളന്മാരായി തീർന്നെന്നുള്ള കഥയുമുണ്ട്. ഹവേരി ആൾക്കാർ പല തലമുറകളാൽ വേട്ടയാടിയും കാടിനുള്ളിൽ വസിച്ചവരാണ്. 80 കഴിഞ്ഞ് കാടിനുള്ളിൽ വേട്ടയാടാൻ പാടില്ലെന്ന് ഗവൺമെന്റ് ഓർഡർ ഇട്ടതിനു ശേഷം ജീവിക്കാൻ വേണ്ടി അവർ വീണ്ടും നാട്ടിലെത്തുന്നു. അവരുടെ കഴിവുകളെല്ലാം നഷ്ടപ്പെട്ട് ജീവിതം വെറും നരകതുല്യമായി മാറി. അതുകൊണ്ട് അവരിൽ ചിലര് മാത്രം വേട്ടയ്ക്ക് വേണ്ടി വീണ്ടും ഇറങ്ങി. എന്നാൽ ഈ പ്രാവശ്യം അത് മനുഷ്യവേട്ടയായിരുന്നു. Follow Kanavakatha's official Instagram page and subscribe our YouTube channel for more interesting videos.